തൊഴിൽ അന്വേഷകർക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം ജോബ് സ്റ്റേഷനിലൂടെ സാധ്യമാകുമെന്ന് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA പറഞ്ഞു. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ അന്വേഷിക്കുന്നവർക്കുള്ള സഹായ കേന്ദ്രമാണ് ജോബ് സ്റ്റേഷൻ. തൊഴിൽദാതാക്കൾക്ക് അനുയോജ്യമായ നൈപുണ്യശേഷിയുള്ളവരെ കണ്ടെത്താൻ ജോബ് സ്റ്റേഷനിലൂടെ സാധിക്കും. തൊഴിലന്വേഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള കരിയർ കൗൺസിലർമാരും സാങ്കേതിക സൗകര്യവും ജോബ് സ്റ്റേഷനിൽ ഉണ്ടാകും. ജില്ലയിലെ ജോബ് സ്റ്റേഷനിൽ 1 ലക്ഷം പേർക്കെങ്കിലും വരും മാസങ്ങളിൽ തൊഴിൽ നേടാനാകും. ജോബ് സ്റ്റേഷൻ പ്രവർത്തനം നാടിന്റെ ഉന്നമനത്തിന് വലിയ നാഴികക്കല്ലായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന പത്തനംതിട്ട തൊഴിൽ പദ്ധതി ഉറപ്പാണ് തൊഴിൽ തിരുവല്ല നിയോജകമണ്ഡലത്തിൻ്റെ ജോബ് സ്റ്റേഷൻ ഇന്ന് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ആരംഭിക്കുക. തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു അഭയകേന്ദ്രമായി ഈ ജോബ് സ്റ്റേഷൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊഴിൽ ദാതാക്കൾ അവർക്ക് അനുയോജ്യരായ സ്കിൽ ഹാൻഡ്സിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ അന്വേഷകർ തൊഴിൽദായകരെ കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥാവിശേഷം ഒഴിവാക്കി കിട്ടാൻ ഈ ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനം സഹായമാകും. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജി നൈനാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ആർ അജിത് കുമാർ വിഷയാവതരണം നടത്തി. വിജ്ഞാന തൊഴിൽ പദ്ധതിയെക്കുറിച്ചും നോളജ് ഇക്കണോമി മിഷൻ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും കുറിച്ചും തൊഴിലന്വേഷകർക്ക് സമ്പൂർണ്ണ വിവരങ്ങൾ ജോബ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കും. ജില്ലയിലെ തൊഴിലന്വേഷകർക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരങ്ങൾ ലഭ്യമാകുന്ന പദ്ധതിയാണ് നോളജ് ഇക്കണോമി മിഷന്റെ വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി. ജില്ലയിലെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്നതിനായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MG രവി, T പ്രസന്നകുമാരി, നിഷ അശോകൻ, ദിനേശ് കുമാർ, എബ്രഹാം തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനിൽ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.